നൂഹ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ഒരുപക്ഷെ ഈ സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ സംഭവം ഇതാണ്. അതായത് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് സ്വദേശിയായ ഷിനു എന്ന വ്യക്തി ജനറൽ ആശുപത്രിയിൽ അദ്ദേഹം ഒരു മുറിവ് തുന്നിക്കെട്ടാൻ ചികിത്സ തേടുന്നു. പക്ഷേ അദ്ദേഹം മുറിവിൽ നിന്നും അതിഭയങ്കരമായ പെയിൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത് പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് ഈ തുന്നിക്കെട്ടിയതിനൊപ്പം തന്നെ ഒരു കയ്യുറയുടെ ഭാഗം കൂടി അവിടെയുണ്ട്. സാധാരണ ഈ സർജിക്കൽ ഗ്ലൗസിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഇതൊരു ചികിത്സാ പിഴവായിട്ടാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ ഈ സർജറി നടത്തി കഴിയുമ്പോൾ രക്തം പുറത്തേക്ക് പോകാൻ ട്യൂബ് ഒക്കെ ഇടുന്ന രീതി കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഇത്തരം രീതി ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു വലിയ പിഴവ് തന്നെയല്ലേ സംഭവിച്ചത്? താങ്കൾ എങ്ങനെ കാണുന്നതിനെ? ഞാനും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഞാനിന്ന് അവധിയിലാണ്. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു പോസിബിലിറ്റി ഇതിനകത്തുള്ളത്, യൂഷ്വലി കയ്യുറയുടെ ഏതെങ്കിലും ഗ്ലൗവിനെ ഒരു ഭാഗം മറന്നു വെക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായി, എസ്പെഷ്യലി ഒരു ഫ്യൂച്ചറിൽ മുറിവിന് തയ്യലിടുമ്പോൾ ഗ്ലൗസിന്റെ ഭാഗം ഉള്ളിലേക്കായി പോകുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കാൻ സാധ്യതയുള്ളതല്ല. ഒരു മറവി ഉണ്ടാകാൻ പോലും, അല്ലെങ്കിൽ ഒരു പാകപ്പിഴ പോലെ അത് മറന്നു വെച്ചിട്ട് പോകാനുള്ള ഒരു സാധ്യത തീരെ കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. രണ്ടാമതൊരു വസ്തുത, നമുക്ക് പലപ്പോഴും ഈ നമ്മുടെ ഇപ്പൊ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പലപ്പോഴും നമുക്ക് ഡ്രൈൻ ചെയ്യാനായിട്ട്, അകത്തുനിന്നുള്ള ഫ്ലൂയിഡ് ഡ്രൈൻ ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ ഗ്ലൗവിന്റെ പാക്ക് കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് തുന്നിപ്പിടിപ്പിച്ച് ദ്വാരത്തിന്റെ ഭാഗത്തേക്ക്, അതായത് അകത്തുണ്ടാകുന്ന സ്രവങ്ങൾ മുഴുവൻ ഒഴുകി പോകുവാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാറുണ്ട്. അത്തരം ഒരു രീതിയാണോ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് തോന്നുന്നത്. ഈ ചാനലിൽ നിന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദവശങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അറിയണം. പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും ചികിത്സാ പിഴവ് എന്ന ഒരു ലേബൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്, പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം, ചികിത്സാ പിഴവ് എന്ന് ലേബൽ ചെയ്ത് കഴിയുമ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു വശം പുറത്തേക്ക് വരിക. അപ്പോഴേക്കും ഈ ഇടപെട്ട ഡോക്ടറും അല്ലെങ്കിൽ നഴ്സും അവിടുത്തെ മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ പ്രതികളായി സമൂഹം കുറ്റം ചാർത്തപ്പെടും. ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കത് കൃത്യതയോടുകൂടി വരും. അതിനു മുൻപ് ചികിത്സാ പിഴവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറന്നു വെച്ചതാണോ എന്നുള്ളത് പറയാൻ കഴിയില്ല. നമുക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സത്യം പുറത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു പിക്ചർ വരുന്നതാണ്. അതിനെ ചിലപ്പോൾ മാറ്റിമറിച്ചതാണെന്നോ കള്ളം പറഞ്ഞതാണെന്നോ ഒക്കെ പറയുമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗുരുതരമായ പിഴവ്, ഇത്തരം കാര്യങ്ങളിൽ ഗുരുതരമായ പിഴവ് ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലും മറ്റ് ഒരാൾക്കാരും, ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും തന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് മറ്റൊരു നിലപാട് അല്ലെങ്കിൽ സത്യാവസ്ഥ പലരും വിശ്വസിച്ചില്ലെങ്കിലും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അന്വേഷണം വരട്ടെ. അത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യമായി പറയാൻ കഴിയുക. ഡോക്ടർ സുൽഫി, ഒരു കാര്യം, ഇവര് നെടുമങ്ങാട് സ്വദേശികളാണ്. അവർ നെടുമങ്ങാട് ആശുപത്രിയിൽ ആദ്യം പോയി. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് മുറിവ് തുറന്ന് പരിശോധിച്ചപ്പോൾ, അതായത് അതിന്റെ ബാൻഡേജ് മാറ്റിയപ്പോൾ. അപ്പോൾ അവിടെ തന്നെ ആ ആശുപത്രിക്ക് തന്നെ ഒരു പിഴവ് അവിടെ കണ്ടു. അതിനുശേഷമാണ് നിങ്ങൾ ചികിത്സിച്ച ആശുപത്രിയിലേക്ക് വരൂ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു പിഴവാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഡോക്ടർക്ക് ഒരുപക്ഷെ അത് നേരിട്ട് പരിശോധിക്കേണ്ടി വരുമായിരിക്കും, അല്ലേ? അത് തീർച്ചയായിട്ടും ആ വിഷയത്തെക്കുറിച്ച് ഡോക്ടർമാരോടും ഈ മറ്റു ആരോഗ്യ പ്രവർത്തകരോടും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താൻ കഴിയില്ല. ഇതൊരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞതാണ്. ഒരു പക്ഷെ നമുക്ക് ഡ്രൈൻ ചെയ്യാനുള്ള പഴിപ്പോ അല്ലെങ്കിൽ കളക്ഷനോ ഡ്രൈൻ ചെയ്യാനായിട്ട് അപൂർവമായിട്ടാണെങ്കിലും സ്റ്റിച്ച് ഇടുന്ന ഭാഗത്തും ഈവൻ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്തും ഒക്കെ നമ്മൾ ഗ്ലൗസിനെ പാക്ക് വെക്കാറുണ്ട്. അതാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും എനിക്ക് ഉടനെ തന്നെ ഞാൻ എന്താണ് വിവരം എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് എനിക്കത് മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും താങ്കൾ ഒരു ആ തരത്തിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട് പ്രതികരിക്കേണ്ട ആളാണ് താങ്കൾ. ഒരു കാര്യം കൂടി ഡോക്ടർ, സാധാരണ രീതിയിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഈ പൊതുവിൽ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന രീതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. ഈ ആശുപത്രി ചികിത്സയിൽ ഓപ്പറേഷനിടയിൽ കത്രിക മറന്നുവെച്ചു, അങ്ങനെ പറയുന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ മുറിവിനകത്ത് മറന്നുവെച്ച് തുന്നിക്കെട്ടി, ചിലതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്, ചിലത് കാലാകാലങ്ങളിൽ ഉണ്ടായ ആക്ഷേപമാണ്, പിന്നീട് അല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷനിടയിൽ ചില പിഴവുകൾ സംഭവിക്കാറുള്ളത് ഉണ്ട് എന്നത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? ഡോക്ടർ പിഴവാണോ അതോ നമ്മുടെ സംവിധാനങ്ങൾ ആ തിരക്ക് കൊണ്ട് പെട്ടുപോകുന്നതാണോ? എന്താണ് ഈ സംഭവിക്കുന്നത്? നമുക്കൊരു കാര്യം, നമ്മള് ചില കാര്യങ്ങളിലൊക്കെ ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഒരു ഉപകരണം വെച്ച് മറന്നു പോകുന്നതോ അല്ലെങ്കിൽ കത്രിക വെച്ച് മറന്നു പോകുന്നതിനോ ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല. അത് ന്യായീകരിക്കാനും കഴിയില്ല. അത് സുപ്രീം കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ചില ക്രിമിനൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ നെഗ്ലിജൻസ്, ഗുരുതരമായ ചികിത്സാ പിഴവിന് ചില ഡെഫിനിഷനുകൾ, ചില വിധികളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത്
ഒരു പക്ഷേ ഈ കൈകൾ മാറിപ്പോകുന്നത്, കാലുകൾ മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ വെച്ച് മറക്കുന്നതിനൊക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കും. പക്ഷെ നമുക്ക് ഇതിനെ ഒരു ഒരു ദീർഘകാല വീക്ഷണത്തോടുകൂടി ഈ കാര്യത്തെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം ഈ കാര്യത്തിൽ മാറേണ്ടിയുണ്ട്. അതൊരു ന്യായീകരണത്തിന് വേണ്ടി പറയുന്നില്ല, ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറയേണ്ടതാണ്. നമുക്ക് പലപ്പോഴും ഈ ഞാനും സർജറി ചെയ്യുന്ന, ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പം പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും ഉപകരണമോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് പഞ്ഞിയോ അല്ലെങ്കിൽ ഗ്ലൗസിന്റെയോ പാക്കുകളോ ഒക്കെ തന്നെ അതിന്റെ കണക്കുകൾ, അതായത് നമ്മളൊരു ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അത് എത്ര ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ആ ഉപകരണങ്ങളെല്ലാം യഥാസ്ഥാനത്തുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ച കഴിഞ്ഞ പഞ്ഞിയും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയും കൃത്യമായി കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അത് നമ്മൾ കൃത്യമായിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിലെ ഒരു അപാകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സിസ്റ്റത്തിലെ ഒരു അപാകതയല്ല, നമ്മുടെ സിസ്റ്റത്തിലെ കുറവ് എന്തെന്ന് പറഞ്ഞാല്, ഇത് ഒരു സ്ക്രബ് നഴ്സ്, അതായത് ഒരു സ്റ്റാഫ് നഴ്സ് ഈ കാര്യങ്ങൾ നോക്കുവാനും ഇത് മോണിറ്റർ ചെയ്യുവാനുള്ള ഒരു സംവിധാനം വേണം. അതായത് ഇപ്പൊ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇത്രയും കാര്യങ്ങൾ ഈ ഓപ്പറേഷൻ മുറിയിലെ ഇന്ന സർജറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെന്നത് ഡിസ്പ്ലേ ചെയ്യുകയും അത് എടുക്കുമ്പോൾ അത് എടുത്തു മാറ്റും, അല്ല ഓപ്പറേഷൻ കഴിയുമ്പോൾ അത് നാം അത് എടുത്തതിന് ശേഷം അത് കൃത്യമായ അളവ് കൃത്യമാണെന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് മേജർ ശസ്ത്രക്രിയകൾക്ക് മാത്രമല്ല മൈനർ ശസ്ത്രക്രിയകൾക്കും കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് അത്തരം ഒരു സംവിധാനമുണ്ട്. ഒരു സ്ക്രബ് നഴ്സിന്റെ ഒരു മേൽനോട്ടത്തില് ഓരോ ഉപകരണങ്ങളുടെയും ഭാഗങ്ങളും അല്ലെങ്കിൽ പഞ്ഞിയും മറ്റ് കോട്ടൺ സ്വാബ്സും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു സംവിധാനവും അത് ഫ്രീക്വന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനവും വിദേശ രാജ്യങ്ങളിലേക്ക് നിലവിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ സംവിധാനത്തിൽ അറിയാമല്ലോ, തിരക്ക് മൂലം ഇത്രയും രോഗികൾക്ക് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സ്റ്റാഫ് നഴ്സ് ഉണ്ടോ, അതിനുള്ള സംവിധാനമുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് നാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചു ഡോക്ടർ സുൽഫീൻ നുഗു. എന്തായാലും അങ്ങും കൂടി പരിശോധിക്കുക, അങ്ങും കൂടി ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ അത് ക്ഷീണമാകുന്ന ഒരു ആക്ഷേപമായി മാറുമ്പോൾ ഒരു വ്യക്തതയുള്ള മറുപടി ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ